ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക. വിശുദ്ധമാവുന്ന ഈ ദീനിന് വേണ്ടി വളരെ ഇഖ്ലാസോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. സംഘടനയിൽ ഉറച്ചു നിൽക്കുക. പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. അത് പല നിലക്കുള്ള പ്രയാസം, ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ അതൊക്കെ ഒരു പല ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ദുന്യാവ് അങ്ങനെ തന്നെ. റസൂൽ പറഞ്ഞത് എന്താ? റസൂലിനോട് അമ്മാ അസ്സലക്കും അലൈഹിം മിൻ അജ്റുന്നാണ്. അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല, അത് കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ല എന്നുള്ളത്. കൂലി കിട്ടിയാൽ വാങ്ങിക്കൂലി, വാങ്ങണ്ടെന്നല്ല പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോഴൊക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയലുണ്ട്. അപ്പോൾ അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതിൽ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഈ ദീനിനെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മറ്റ് പ്രവർത്തകർ, അനുഭാവികൾ എല്ലാവർക്കും അള്ളാഹു എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. നമ്മളെ എല്ലാ പരിപാടികളും അള്ളാഹു വലിയ വിജയത്തിലാക്കി തരട്ടെ.